ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് എള്ളുണ്ട ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് കടല വറുത്തെടുക്കുക. കടല കഴുകി എന്താ പറയുക, വെള്ളമൊക്കെ കളഞ്ഞതാണ് കേട്ടോ. കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചൂടുള്ള റൈഫാനി ചട്ടിക്ക് ഇട്ടിട്ട് എന്താ പറയുക, ഫ്രൈ പാനി ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ ചൂടാക്കി വറുത്തെടുക്കുക. കടല ഒന്ന് വെന്ത് ഇറക്കി വെച്ചതിന് ശേഷം എള്ള് കഴുകിയിട്ട് ഇതേപോലെ എന്താ പറയുക, അരിപ്പയിലിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഈ എള്ള് ശരിക്ക് കഴുകിയിട്ട് ഫാനിൻ്റെ ചോട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. അതാകുമ്പോൾ വേഗം പണി ചെയ്യും. ഇതിപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കുന്നത് കാരണം അരിപ്പയിലിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഈ ചൂടുള്ള അടുപ്പിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ വെന്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങനെയാണ്ട് പോയതിന് ശേഷം ഒന്ന് പൊട്ടണം. എള്ളൊന്ന് പൊട്ടിയിട്ട് ഒന്ന് വറുത്ത് വരണം. അപ്പോൾ അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. ഇത് ചെറിയ ചൂടിലിടാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ചൂടുണ്ടാവാൻ പാടില്ല, അപ്പം കരിഞ്ഞ് പോവും അടി. അപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിച്ചിൽ വരും. ഇത് എല്ലാ ഭാഗത്തേക്കും വേവ് വരണ്ടേ, അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ മിഠായിയൊക്കെ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പം ഇത് കൊടുക്കുക. അതേപോലെ നമുക്ക് വലിയ വലിയ ആളുകൾക്കും കഴിക്കാം. ഇത് എന്താ പറയുക, മുടി വളരാനും മുടി കറുപ്പ് നിറാവാനും അതേപോലെ കാൽസ്യം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് എള്ളും കടലൊക്കെയാണ്. അതേപോലെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് സെറ്റായപ്പോഴേക്കും ഞാൻ തേങ്ങ, ഒരു മുറി തേങ്ങ ചിരണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇട്ട് പോകരുത്, ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഞാനൊന്ന് തേങ്ങ ചിരകി വെച്ചു ഇതിൻ്റെ ഇടയിലൊന്ന്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ വേണം, എള്ള് വേണം, കടല വേണം, ഉപ്പ് വേണം, പിന്നെ ചക്കര, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. അപ്പം ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ അങ്ങനെ പൊട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ നഖം കൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ അത് പൊട്ടണം. അപ്പോഴാണ് ഇതിൻ്റെ പാകം വരിക. ഏകദേശം സെറ്റായി. ഇനി നമുക്ക് കടലല്ലേ, നേരത്തെ വറുത്ത് വെച്ച കടല ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കണ്ട കുറച്ചിങ്ങനെ നന്നായി പൊടിയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെറിയ തരം. പിന്നെ അതിലേക്ക് തന്നെ നമ്മുടെ ഈ എള്ളിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു ചെറിയ പൊടി അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇനി ആ തേങ്ങ, ഞാൻ നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് മൂന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന വിധത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ചക്കര ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാനിത് ചക്കര ഉരുക്കിയിട്ടാണ് ഇടുന്നത്, കാരണം ചക്കരയിൽ പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഉരുക്കിയിട്ട് അരിക്കുമ്പം അതൊക്കെ പോകും. അത് വിചാരിച്ചിട്ടാണ് ഞാനിത് ഉരുക്കണത്. ചക്കര ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട് അത് അതിലേക്ക് ഇടുക. ഈ ചക്കരൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തിപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് ഫാനിൻ്റെ ചുവട്ടൊന്നും വെക്കരുത്, ഇത് പാറിപ്പോകും. അപ്പോൾ ചൂടിൽ തന്നെ വേഗം ഇത് ചെയ്യണം. ചക്കര ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഉരുട്ടാനിങ്ങനെ പറ്റൂല, ഉരുട്ടിയെടുക്കണം, അതാണ്. അപ്പോൾ ബാക്കിയുള്ള ചക്കരയും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ചക്കര റെഡിയായി. ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിലേക്കൊരു തുള്ളി ഉപ്പിട്ട് കൊടുക്കുക, ഒരു നുള്ളുപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതെല്ലതും കൂടെ ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നാളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് തന്നെ അത് ഉപയോഗിക്കാം, നമുക്ക് ചായക്കോ അല്ലാതെ വെറുതെ കഴിക്കാനോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ നാളെ ആകുമ്പോൾ അതിനെക്കാട്ടിലും ടേസ്റ്റി ആവും.
ഇതേപോലെ അങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കുക. അപ്പോൾ അത് ഈ ശർക്കരൻ്റെ വെള്ളം കൂടുതലാവാൻ പാടില്ല. ഇത് ഞാൻ ബാക്കിയുള്ളതും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതാണ്. അതാണിത് ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് കയ്യിലൊന്ന് പിടിക്കാത്ത പോലെ. ഇത് നാളേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളേക്ക് സെറ്റായി വരും. ഇപ്പം നമ്മൾ അന്ന് ഉരുട്ടിയെടുത്ത ഒരു ഇതിങ്ങനെ ഫോട്ടോയിൽ കാണുകയാണ്. ഇപ്പോൾ ഇതേപോലെ ഉരുട്ടിയിട്ട് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അപ്പോൾ വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുത്തതാണിത്. ഇത് ഈ പിറ്റേന്ന് രാവിലെ എടുത്തതാണ് ഈ കാണുന്നത്. ഇതേപോലെ ഉണ്ടാവും. ഇതേപോലെ ഉണ്ടാവും. ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു.